തിരികെ വാർത്തകളിലേക്ക്. ലോ അക്കാദമി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ നീക്കിയതായി കോളേജ് മാനേജ്മെന്റ്. 5 വർഷത്തേക്ക് ലക്ഷ്മി നായരെ ഫാക്കൽറ്റി സ്ഥാനത്തു നിന്നും ഭരണപരമായ കാര്യങ്ങളിൽ നിന്നുമാണ് നീക്കം ചെയ്തതെന്ന് ചെയർമാൻ നാരായണൻ നായർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ രേഖാമൂലം ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചതായി SFI വ്യക്തമാക്കി. ലോ അക്കാദമിയിലെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ 20 ദിവസമായി ലോ അക്കാദമിക്ക് മുന്നിൽ സമരം നടത്തിവന്നത്. സമരം ശക്തമായ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ പരിഹാരം കാണാനായി കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അതിൽ തീരുമാനമുണ്ടായില്ല. വീണ്ടും SFIയുമായി ചർച്ച നടത്തിയ ശേഷമാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റാൻ തീരുമാനിച്ചത്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ സ്ഥാനമൊഴിഞ്ഞതായും വൈസ് പ്രിൻസിപ്പൽ മാധവൻ പോറ്റിക്ക് പ്രിൻസിപ്പലിന്റെ ചാർജ് നൽകിയതായും ചർച്ചയുടെ തീരുമാനം വിശദമാക്കി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ വ്യക്തമാക്കി. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനമൊഴിഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ശ്രീ മാധവൻ പോറ്റിക്ക് പ്രിൻസിപ്പലിന്റെ ചാർജ് നൽകിയിട്ടുണ്ട്. മറ്റിരിക്കുന്നത് 5 വർഷത്തേക്ക് ഇവിടെ വേണ്ടാന്ന് തിരിച്ചു വരുന്ന പിന്നെ ആലോചിക്കും. അതിനുശേഷം എന്തെങ്കിലും 5 വർഷത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടാണ് പുനർനിർമ്മാണ ബിൽഡിംഗ് തീർത്തിട്ടുണ്ട്. അത് ഈ പത്രങ്ങളിൽ കഴിഞ്ഞത് സർക്കാരിൻ്റെ സ്ഥലമാണെന്നും അതിന് മിസ്യൂസ് ചെയ്യാനാണെന്നും അതല്ല, റിസർച്ച് സെൻ്ററാണ് പ്രധാനമായിട്ടുള്ള. അവിടെ ആളില്ലായിരിക്കുന്നത് PhD ഒക്കെ ഉള്ള ഒരാളിന് ആവശ്യമാണ്. അവിടെ വർക്ക് ചെയ്യുക, അവിടുത്തെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക, സൗകര്യങ്ങൾ. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ഒരു ഗ്രീവൻസ് സെൽ രൂപീകരിക്കുന്നതടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതിനാൽ സമരം പിൻവലിക്കുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി ലിജിൻ അറിയിച്ചു. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനും നിലവിൽ വൈസ് പ്രിൻസിപ്പാളിനെ ആ പോസ്റ്റിലേക്ക് ചുമതല കൊടുക്കാനും തീരുമാനിച്ചു. 5 വർഷത്തേക്ക് ഫാക്കൽറ്റി ആയിട്ട് പോലും ലോ അക്കാദമിയിലേക്ക് ഇവർ വരില്ല എന്ന് ഇതിന്റെ ഭാഗമായി ഉറപ്പ് നൽകുകയും ചെയ്തു. അത് എഴുതി ഞങ്ങൾ വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളെല്ലാം കൃത്യമായി ഉറപ്പ് നൽകുന്ന നിലയിലേക്ക് മാറി സമരം പൂർണ്ണ വിജയമായി ഇരിക്കുകയാണ്. SFIയുടെ സമരത്തിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഞങ്ങൾ ഇനി ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും കോളേജിലെ അക്കാദമിക് കാര്യങ്ങളിൽ നിന്നും 5 വർഷത്തേക്ക് മാറ്റി നിർത്തിയതോടെയാണ് പ്രശ്നത്തിന് തൽക്കാല പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമിയിൽ പ്രശ്നങ്ങൾ ശക്തമായി നിലനിൽക്കുകയാണെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. ദളിത് വിദ്യാർത്ഥികളോടുള്ള സമീപനം ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഭൂമി കൈവശം വച്ചിരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും VS ചൂണ്ടിക്കാട്ടി. അതേസമയം ലോ അക്കാദമിക്കെതിരെ കർശന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C രവീന്ദ്രനാഥ് നിർദ്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖേന കേരള സർവകലാശാലയ്ക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ലോ അക്കാദമി പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചു. കോഴ്സ് റെഗുലേഷനിലെ ന്യൂനതകൾ, ഇന്റേണൽ മാർക്ക് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, പരീക്ഷാ ക്രമക്കേടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ഉപസമിതി അടിയന്തരമായി യോഗം ചേർന്ന് ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി ലോ അക്കാദമി പരിസരത്ത് കെട്ടിയ സമരപ്പന്തൽ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ലക്ഷ്മി നായർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. വിദ്യാർത്ഥി സമരം ഒരു തരത്തിലുള്ള സഞ്ചാര തടസ്സവും ഉണ്ടാക്കുന്നില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി നിർദ്ദേശം നൽകി. പന്തൽ കെട്ടിയത് കോളേജിലേക്കുള്ള സഞ്ചാര സൗകര്യത്തിന് തടസ്സമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലക്ഷ്മി നായർ ഹൈക്കോടതിയെ സമീപിച്ചത്. ലോ അക്കാദമിയുടെ ഭൂമി സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കും. VSന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും കത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കത്ത് കണ്ട ഉടനെ റവന്യൂ സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. സമയപരിധി നിശ്ചയിച്ചിട്ടില്ല, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. റിപ്പോർട്ട് വരുന്ന മുഴക്ക് ന്യായമായ രീതിയിൽ അത് നിയമപരമായ നടപടികളുമായി മുന്നോട്ട്. അദ്ദേഹത്തിന്റെ കത്ത് 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങളെല്ലാമാണ് അന്വേഷിക്കുന്നത്. ലോ അക്കാദമി കള്ളപ്പണം വെളുപ്പിച്ചതായി പരാതി. ആദായനികുതി വകുപ്പിനാണ് ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചത്. നോട്ട് നിരോധനത്തിന് ശേഷം സഹകരണ ബാങ്കിൽ ലോ അക്കാദമി 2 കോടിയോളം രൂപ നിക്ഷേപിച്ചതായാണ് പരാതി. 2 അക്കൗണ്ടുകളിലായാണ് പണം നിക്ഷേപിച്ചത്.
എന്നാൽ ഇത് കോളേജിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കായി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ച പണമാണെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. അതേസമയം കോളേജിൽ ഇത്തരമൊരു പണപ്പിരിവ് നടന്നിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. മറ്റക്കര ടോംസ് കോളേജിൽ വിദ്യാർത്ഥി പീഡനത്തിന് പുറമെ വൻ ഫീസ് കൊള്ളയും. കരാർ പ്രകാരം 1 വർഷം വാങ്ങേണ്ടത് 90,000 രൂപ എന്നിരിക്കെ ടോംസ് കോളേജ് വാങ്ങുന്നത് 2,14,000 രൂപയാണ്. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 1 വർഷം അധികമായി വാങ്ങുന്നത് 1,24,000 രൂപ. 4 വർഷമായി 4,96,000 രൂപയും. മറ്റക്കര ടോംസ് കോളേജിൽ വിദ്യാർത്ഥി പീഡനത്തെ തുടർന്ന് സർവകലാശാല കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഫീസ് കൊള്ളയുടെ തെളിവും പുറത്തുവരുന്നത്. സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം 2 സെമസ്റ്ററുകളിലായി ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 1 വർഷം വാങ്ങേണ്ടത് 90,000 രൂപയാണ്. എന്നാൽ ടോംസ് കോളേജ് വാങ്ങുന്നതാകട്ടെ 2,14,000 രൂപ. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 1 വർഷം അധികമായി വാങ്ങുന്നത് 1,24,000 രൂപയും. സ്പെഷ്യൽ ഫീസായി 25,000 രൂപ, സർവകലാശാലയും പരീക്ഷാ ഫീസുമായി 5,000 രൂപ, ഉപകരണങ്ങൾ, യൂണിഫോം എന്നിവയ്ക്കായി 15,000, സ്പെഷ്യൽ ഫെസിലിറ്റി ഫീസായി 10,000, ഹോസ്റ്റൽ ഫീസായി 60,000 എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികളിൽ നിന്നും തുക ഈടാക്കുന്നത്. 4 വർഷമായി ബിടെക് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥി നിയമപ്രകാരം നൽകേണ്ടത് 3,60,000 രൂപയാണെങ്കിൽ മറ്റക്കര ടോംസ് കോളേജ് വാങ്ങുന്നത് 8,56,000 രൂപയാണ്. കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും അധികമായി ഈടാക്കിയ ഫീസ് തിരികെ നൽകണമെന്നും വിദ്യാർത്ഥികൾക്ക് സർക്കാർ കോളേജിൽ പഠനം ഉറപ്പാക്കണമെന്നും വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കേന്ദ്രമായ ടോംസ് കോളേജിൽ അവിടെ ഫീസിൻ്റെ പേരിലും വൻ പിടിച്ചുപറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ടോംസി ജോസഫ്. ഈ തുക തിരിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കപ്പെടുകയും കുട്ടികളെ മറ്റൊരു ഗവൺമെന്റ് കോളേജിലേക്ക് മാറ്റുകയും ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. സ്വാശ്രയ കോളേജുകളിൽ നിലനിൽക്കുന്ന തീവെട്ടിക്കൊള്ളയിലേക്കും അരാജകത്വത്തിലേക്കുമാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എസ് ഷീജ, തിരുവനന്തപുരം. സോളാർ കമ്മീഷനിൽ ഉമ്മൻചാണ്ടിയുടെ വിസ്താരം ഇന്നും പൂർത്തിയായില്ല. സരിതയുടെ അഭിഭാഷകൻ BA ആളൂർ അടക്കമുള്ളവരാണ് ഉമ്മൻചാണ്ടിയെ വിസ്തരിച്ചത്. തന്നെ ചില സാമ്പത്തിക ശക്തികൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായി ഉമ്മൻചാണ്ടി മൊഴി നൽകി. സരിതയുടെ അഭിഭാഷകൻ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടി ഇക്കാര്യം പറഞ്ഞത്. രാവിലെ 10:30 തുടങ്ങിയ വിസ്താരം രാത്രി 8 മണി വരെ നീണ്ടു. വിസ്താരം പൂർത്തിയാകാത്തതിനെ തുടർന്ന് ഫെബ്രുവരി 7 മാറ്റി. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവർ ആരാണെന്ന് പിന്നീട് പുറത്തുവരുമെന്ന് വിസ്താരത്തിനു ശേഷം ഉമ്മൻചാണ്ടി പറഞ്ഞു. നോട്ട് മാറ്റത്തെ പ്രശംസിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. കള്ളപ്പണത്തിനും തീവ്രവാദത്തിനുമെതിരായ നടപടികൾക്ക് ജനം പിന്തുണ നൽകിയെന്ന് നയപ്രഖ്യാപനം. അതേസമയം നോട്ടുമാറ്റം പ്രഖ്യാപിച്ച ശേഷം തൊഴിൽ നഷ്ടമുണ്ടായതായി സമ്മതിക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സഭയിൽ വച്ചു. പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വളർച്ച 7.5% മാത്രമെന്നും സർവേ. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയിടിയുമെന്നും തൊഴിൽ നഷ്ടമുണ്ടാകുമെന്നും സാമ്പത്തിക സർവേയിൽ പറയുന്നു. പാർലമെന്റിൽ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളത്തെ ബജറ്റ് അവതരണം പുതിയ യുഗത്തിനുള്ള തുടക്കമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കണ്ണുനട്ട് കേരളവും. ബജറ്റ് നോട്ട് നിരോധനത്തിന്റെ കുമ്പസാരമാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ധനകമ്മി ഉയർത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശം നൽകണം. നാണ്യവിളകൾ, വരൾച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള ധനസഹായം നൽകുമോ എന്നും കേരളം ഉറ്റുനോക്കുകയാണ്. യാഥാർത്ഥ്യം അംഗീകരിക്കാതെ പ്രതിസന്ധി മറച്ചുവെക്കുന്ന സാമ്പത്തിക സർവേ അപകടമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നാമമാത്ര ഉപജീവന സ്കീമിന്റെ മറവിൽ നിലവിലെ ദാരിദ്ര്യ നിവാരണ പദ്ധതികൾ ഇല്ലാതാക്കുന്നത് ജനദ്രോഹമാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ നോട്ട് റദ്ദാക്കലിന്റെ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നും ഐസക് കുറ്റപ്പെടുത്തി. പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കശുവണ്ടി മേഖലയും കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയിലാണ്. ഇറക്കുമതി നികുതി കൂട്ടിയ സാഹചര്യത്തിൽ കയറ്റുമതി ഇൻസെന്റീവും വർദ്ധിപ്പിക്കണമെന്നാണ് കശുവണ്ടി മേഖലയുടെ ആവശ്യം. കാഷ്യൂ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഇത്തവണയെങ്കിലും കേന്ദ്രം പരിഗണിക്കുമെന്നാണ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത്. പൂനെയിലെ ഇൻഫോസിസ് ഓഫീസിൽ വെച്ച് കൊല്ലപ്പെട്ട IT എഞ്ചിനീയർ രസീല രാജുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഉച്ചയോടെ ജന്മനാടായ പയമ്പ്രയിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. രസീലയുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും നൽകുമെന്ന് ഇൻഫോസിസ് അധികൃതർ അറിയിച്ചു. അതേസമയം കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. 11 മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 12:30 പയമ്പ്രയിലെ വീട്ടിലെത്തിച്ചു. 1 മണിക്കൂറോളം വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. രസീലയുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. രസീലയുടെ മരണം സംബന്ധിച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്നതിനാൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് അടുത്ത ദിവസം തന്നെ ബന്ധുക്കൾ പരാതി നൽകും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പയമ്പ്രയിലെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കൂടുതൽ പേർ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. ഞായറാഴ്ച വൈകുന്നേരമാണ് ഹിജൻവാഡയിലെ ഇൻഫോസിസ് ഓഫീസിനകത്ത് രസീലയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്.
കണ്ടെത്തിയത്. സംഭവത്തിൽ ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.